വേദിയിലെയും സഭാകാരത്തിലെയും വിശിഷ്ട വ്യക്തികളെ, രാമായണത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ ആയാമങ്ങളെക്കുറിച്ചും വളരെ പണ്ഡിതോചിതമായുള്ള പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചല്ല, മറിച്ച് ഒരു പുരാവസ്തു ഗവേഷകൻ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തുമ്പോൾ അത് ആർക്കിയോളജിസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ തെളിയിക്കുന്നത് എന്നതും, അതോടൊപ്പം തന്നെ അയോധ്യയിൽ പ്രൊഫസർ ബി ലാലിൻ്റെ കീഴിൽ ഞങ്ങൾ നടത്തിയ എക്സ്കവേഷനെ കുറിച്ചും, ആ എക്സ്കവേഷൻ്റെ റിസൾട്ടാണ് പിന്നീട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് നമ്മുടെ ഇന്നത്തെ രാം ജന്മഭൂമി സ്ഥാപിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള തെളിവുകളായിട്ട് മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് മാത്രമാണ് എൻ്റെ പ്രഭാഷണം. എനിക്ക് 40-50 എത്ര മിനിറ്റാണ്? 40 മിനിറ്റ്. ഞാൻ ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കും. ഒന്ന് രാമായണത്തെക്കുറിച്ചായിരിക്കും, രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും. 2, ഈ ചമ്പൽ കാടുകളിൽ കുറേ ക്ഷേത്രങ്ങൾ തകർന്നു കിടന്നിരുന്നു. അത് എങ്ങനെ പിന്നീട് എൻ്റെ കീഴിലുള്ളൊരു ടീം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലുള്ള ടീം, അത് രണ്ടാമത് എങ്ങനെ റെസ്റ്റോർ ചെയ്ത് എന്നതിനെക്കുറിച്ചുമായിരിക്കും. സോ താങ്ക് യു ഓൾ വെരി മച്ച്. ദിസ് ഈസ് പ്രൊഫസർ ബി ലാൽ. പ്രൊഫസർ ബി ലാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ആദ്യത്തെ അയോധ്യ എക്സ്കവേഷന് വേണ്ടി ഞാൻ പുറപ്പെട്ടിരുന്നത്. ഇത് 76-77 കാലഘട്ടങ്ങളിലായിരുന്നു. അന്ന് ഇതൊരു വലിയ പ്രശ്നമായിരുന്നില്ല. അങ്ങനെ ആ എക്സ്കവേഷൻ ടീമിന് വേണ്ടി പോയി. അന്നത്തെ കോൺട്രവേഴ്സ്യൽ പള്ളിയുണ്ട്, ആ പള്ളിയുടെ മുൻഭാഗത്തുള്ള ഒരു സത്രത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അത് എക്സ്കവേഷൻ എപ്പോഴും നടത്തുമ്പോഴും എക്സ്കവേഷൻ ടീം ആദ്യം എക്സ്പ്ലോറേഷൻ നടത്തും. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ കിട്ടും എന്നതാണ് ഈ എക്സ്പ്ലോറേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പള്ളിയിലേക്ക് പോകാൻ ശ്രമിച്ചു. അവിടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു അന്ന്. അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് അണ്ടർ ലിറ്റിഗേഷൻ, യു കനോട്ട് ഗോ ഇൻസൈഡ്. ഇവിടെ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കുള്ളിൽ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ലിറ്റിഗേഷൻ്റെ ഭാഗമല്ല, ഞങ്ങൾ റിസർച്ചേഴ്സാണ്, അതുകൊണ്ടാണ് എക്സ്കവേഷന് വേണ്ടി വന്ന ടീമാണ്, പ്രൊഫസർ ബി ലാലിൻ്റെ ടീമിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉള്ളിൽ കടക്കാൻ അനുവദിച്ചു. ഉള്ളിൽ കടന്നു നോക്കിയപ്പോൾ ഈ പള്ളിയുടെ, അന്നത്തെ പള്ളിയുടെ 12 തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു. ചോദിക്കാം, ഇതെങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ തൂണാണ്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ തൂണാണ്, അല്ലെങ്കിൽ പള്ളിയുടെ തൂണാണ് എന്നുള്ളത് എങ്ങനെയാണ് കണക്കാക്കുക? ഞങ്ങളുടെ ആർക്കിയോളജിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇതിൻ്റെ ഏതാണ്ട് ടെൻഡേറ്റീവ് ഡേറ്റിംഗ്, അബ്സല്യൂട്ട് ഡേറ്റിംഗ് അല്ല, ടെൻഡേറ്റീവ് ഡേറ്റിംഗ് നടത്താനുമുള്ള ചില കോഴ്സുകളാണ്. അപ്പം ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ കലശമുണ്ടായിരുന്നു, തൂണുകൾക്കുള്ളിൽ പൂർണ്ണ കലശമുണ്ടായിരുന്നു. പൂർണ്ണ കലശം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അത് ക്ഷേത്രത്തിൽ മാത്രം കാണുന്നതാണ്. ഒരു പാത്രത്തിൽ നിന്ന് വള്ളികൾ പുറത്തേക്ക് വരും, അതിൽ ജലത്തും ഉണ്ടായിരിക്കും. പൂർണ്ണമദ പൂർണ്ണമിതം പൂർണ്ണാർത്ഥ പൂർണ്ണമുദച്യത. ഇത് വൺ ഓഫ് ദ അഷ്ടമംഗള ചിഹ്നാസ്, വൺ ഓഫ് ദ 8 ഓസ്പീഷ്യസ് സിമ്പിൾസ് ആണ് ഹിന്ദു മതത്തിലുള്ളത്. ഈ തരത്തിലുള്ള തൂണുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുകളിലായിട്ട് ദേവി ദേവന്മാരുടെ പ്രതിമകളും ഉണ്ടായിരുന്നു. ഈ പ്രതിമകൾ കണ്ടപ്പോൾ ഇത് ക്ഷേത്രത്തിന് തൂണാണ് എന്നുള്ള ഞങ്ങളുടെ ആദ്യത്തെ നിഗമനത്തിന് കൂടുതൽ ബലം കിട്ടി. പിന്നീട് എക്സ്കവേഷൻ നടത്തി നോക്കിയപ്പോൾ കൂടുതൽ ദേവി ദേവന്മാരുടെ പ്രതിമകൾ കിട്ടാൻ തുടങ്ങി. ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കണേ, ലൈറ്റ് ഓഫ് മാത്രം. സോ ദിസ് ഈസ് പ്രൊഫസർ ബി ലാൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ കൂടെ ആയിരുന്നു പോയിരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ.
പ്രധാനപ്പെട്ട നദികളുണ്ട് ഇന്ത്യയിൽ. ഹിന്ദു മതത്തിൻ്റെ പ്രധാന വികാസ പരിണാമങ്ങൾ നടക്കുന്നത് ഒന്ന് ഗംഗ, യമുന, സരസ്വതി, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, അതേപോലെ പഞ്ചാബ് എന്നീ സ്ഥലങ്ങളുടെ ഭാഗങ്ങളാണ്. ഇവിടെയായിരിക്കും ഏതാണ്ട് നമുക്ക് ഈ ഹസ്തിനാപുരവും ബാക്കിയുള്ള അയോധ്യയും കിട്ടാൻ പോവുക. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇവിടെ നോക്കിയാൽ പ്രധാനപ്പെട്ട നമ്മുടെ ഹസ്തിനാപുരമുണ്ട്. അതിൽ ക്ഷേത്രം ഹസ്തിനാപുരം നമുക്കൊക്കെ അറിയാം. പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും തലസ്ഥാന നഗരിയായിരുന്നു. അതിനടുത്താണ് അഹിച്ഛത്ര, പിന്നീട് കാമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ദ്രൗപദി വന്നിരുന്നത്. ഈ ഭാഗത്താണെങ്കിൽ മഥുരയുണ്ട്. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ കരാറുണ്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ ഈ പാണ്ഡവന്മാർക്ക് കൊടുത്താൽ നമുക്ക് യുദ്ധം ഒഴിവാക്കാം എന്നുള്ളൊരു ചെറിയൊരു കരാറിന് വേണ്ടി കൃഷ്ണൻ ശ്രമിച്ചു. ഈ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് ഒന്ന് ഇന്ദ്രപത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഡൽഹിയിലെ പുരാനക്കില, സോണിപത്ത്, ബാഗ്പത്ത്, തിൽപത്ത്, പാനിപ്പത്ത്, ഈ 5 സ്ഥലങ്ങളായിരുന്നു. അപ്പം ഈ 5 സ്ഥലങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും, അതേപോലെ തന്നെ കുരുക്ഷേത്രത്തിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ മുഴുവനും ഇദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയും അങ്ങനെ അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും അടിയിലുള്ള ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള പാത്ര കഷ്ണങ്ങൾ കിട്ടി. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഞാൻ കുറച്ച് ഈ പർവ്വതമായിരുന്നു, അതായത് ഈ കുന്നായിരുന്നു എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇത് ഹസ്തിനാപുരത്തിലുള്ളതാണ്. ഹസ്തിനാപുരത്തിലുള്ള ആദ്യം ഇദ്ദേഹം എക്സ്കവേറ്റ് ചെയ്യുന്നത് ഹസ്തിനാപുരമാണ്. ആ എക്സ്കവേറ്റിനുള്ള ഈ കുന്നാണ്. കുന്നിൻ്റെ ഈ ഭാഗത്താണ് ഗംഗാ നദി ഒഴുകുന്നത്. നെക്സ്റ്റ് പ്ലീസ്. എക്സ്കവേഷൻ തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. ഈ തരത്തിലുള്ള പാത്രങ്ങൾ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്ത് നിന്ന് കിട്ടി. ഇതിന് ശേഷം മഹാഭാരതത്തിൽ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ഉദ്ഖനനം ചെയ്യുകയും ഏറ്റവും അടിയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്ന് ഈ പാത്രങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പം അതിനുശേഷം അദ്ദേഹം മറ്റൊന്ന്, അതായത് വായുപുരാണത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിവരണമുണ്ടായിരുന്നു. യുദ്ധത്തിൽ നമുക്കൊക്കെ അറിയുന്ന പോലെ പാണ്ഡവന്മാർ വിജയിച്ചു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ രാജാവാകണമെന്ന് പറഞ്ഞു. പക്ഷെ ആരും തന്നെ രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം ഇതിനു വേണ്ടി ഞങ്ങളുടെ സ്വന്തം അനുജന്മാരെയും ജ്യേഷ്ഠന്മാരെയും കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യഭാരം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ക്ഷത്രിയനാണെങ്കിൽ രാജ്യം ഭരിക്കണം, എങ്കിൽ ഏറ്റവും ഇളയവനാവട്ടെ എന്ന് പറഞ്ഞു. ഇളയവൻ ആരായിരുന്നു? ഇളയവൻ അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്തായിരുന്നു. ആ പരീക്ഷിത്തിൻ്റെ 8ാം തലമുറ രാജ്യം ഭരിക്കുമ്പോൾ ഹസ്തിനാപുരത്തിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് വായുപുരാണത്തിൽ ഒരു റെഫറൻസ് ഉണ്ട്. ഗംഗേയ അപഹൃതേ നഗരം നാഗസ്വാഹയെ ത്യുക്താർ നിചക്ഷു നഗരം കൗശാംബേയം സനിവത്സായത്. ആ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം നിചക്ഷു എന്ന് പറയുന്ന 8ാമത്തെ തലമുറ ഈ സ്ഥലങ്ങൾ മുഴുവൻ ഒഴിവാക്കി പിന്നീട് കൗശാംബി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അലഹബാദിലേക്ക് മാറി എന്നുള്ള ഒരു വിവരണമുണ്ട്. ആ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹസ്തിനാപുരം എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളപ്പൊക്കത്തിൻ്റെ പാടുകൾ കിട്ടുമോ എന്ന് ഇദ്ദേഹം ശ്രമിച്ചു നോക്കി. നെക്സ്റ്റ് പ്ലീസ്. ഈ തരത്തിലുള്ള പാത്രങ്ങളായിരുന്നു ബാക്കിയുള്ള മഹാഭാരതത്തിൽ പറഞ്ഞ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടിയിരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ പാടുകൾ വായുപുരാണത്തിൽ പറയുന്നത് പോലെ നമുക്ക് എക്സ്കവേഷനിൽ നിന്ന് കിട്ടുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇതായിരുന്നു മഹാഭാരത പോട്രി എന്നും അതേപോലത്തെ മഹാഭാരത സ്ഥലങ്ങൾ എന്നുമുള്ള നിഗമനത്തിൽ അദ്ദേഹം എത്തിയത്. അത് നമ്മുടെ മഹാഭാരതത്തെക്കുറിച്ചായിരുന്നു. ഇനി രാമായണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയൊക്കെ കിട്ടും എന്നുള്ളതിന് വേണ്ടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ 2ാമത്തെ ശ്രമം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് ആയുധങ്ങളായിരുന്നു, അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളായിരുന്നു. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് സാധാരണ ധാരാളം നമ്മുടെ ഈ മൈത്തോളജിയിൽ ധാരാളം എക്സാജറേഷൻസ് ഉണ്ടാവും. ഈ എക്സാജറേഷൻസ് ഒന്നും തന്നെ ഒരു ആർക്കിയോളജിസ്റ്റ് സ്വീകരിക്കില്ല. അതായത് 1,00,000 കൊല്ലം മുമ്പാണ്, അല്ലെങ്കിൽ 2,00,000 കൊല്ലം മുമ്പാണ് രാമായണം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം അന്ന് ഏർലി പാലിയോളിത്തിക് ഏജ് ആയിരിക്കും.
ന്യൂ പാലിയോലിത്തിക് ഏജ് ആയിരിക്കും. അതേപോലെ തന്നെ അന്ന് പുഷ്പക വിമാനമുണ്ട് രാമായണത്തിൽ എന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ വിശ്വസിക്കില്ല. അത് ഭക്തന്മാരായ നിങ്ങൾക്ക് വിശ്വസിക്കാം. അതേപോലെ അന്ന് ഇന്റർനെറ്റ് ഉണ്ടെന്ന് ചില ആളുകൾ പറഞ്ഞാൽ ഇന്നും പറയുന്ന ധാരാളം ആളുകളുണ്ട്. കാരണം അവർക്ക് പൊളിറ്റിക്കൽ പ്രാധാന്യം കിട്ടും. അതൊന്നും ആർക്കിയോളജിസ്റ്റ് വിശ്വസിക്കില്ല. അപ്പോൾ അന്ന് ആയുധങ്ങളുടെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് ഇരുമ്പ് കണ്ടുപിടിച്ച കാലഘട്ടമായിരുന്നു. ഇരുമ്പ് വലിയ തോതിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതുവരെ ബ്രോൺസ് ഏജ് ആയിരുന്നു. ബ്രോൺസ് ഏജ് എന്ന് പറഞ്ഞാൽ അതിന് അധികം മൂർച്ച ഉണ്ടാവില്ല, അതുകൊണ്ട് അധികം വെട്ടിപ്പിടിക്കാൻ കഴിയില്ല. പക്ഷെ ഇരുമ്പ് കണ്ടുപിടിച്ചതോടുകൂടി സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, വെട്ടിപ്പിടിക്കാൻ കഴിയും. കൃഷ്ണന്റെ സുദർശൻ ചക്രം എന്ന് പറഞ്ഞാൽ അതേ തരത്തിലുള്ള ഒരു ആയുധമായിരുന്നു. കാരണം മഥുരയിൽ നിന്ന് ധാരാളം അയറൺ ഓവർ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊരു മെറ്റീരിയൽ ഇൻ്റർപ്രിറ്റേഷൻസ് മാത്രമേ അംഗീകരിക്കുള്ളൂ, അല്ലാത്തത് അംഗീകരിക്കില്ല. ഞങ്ങളുടെ ഡേറ്റിംഗ് പ്രകാരം ഏതാണ്ട് മഹാഭാരതത്തിൻ്റെ ഡേറ്റിംഗ് 1200 മുതൽ 1400 BC ആയിരിക്കും. അതായത് ഇന്ന് മുതൽ 3400 കൊല്ലം പിറകെ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും പിന്നെ ആർക്കിയോളജിസ്റ്റ് വിശ്വസിക്കില്ല. നെക്സ്റ്റ് പ്ലീസ്. ഇതിനുള്ള ആയുധങ്ങളായിരുന്നു, ഈ തരത്തിലുള്ള ആയുധങ്ങളായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഇത് അഹിച്ഛത്ര. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. കാരണം സമയപരിധി കൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. നെക്സ്റ്റ്. ഇത് പുരാനക്കില. പുരാനക്കില എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡൽഹി. ആ ഡൽഹിയിൽ പുരാനക്കില എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഇതേ തരത്തിലുള്ള PGW പെയിൻറ്റഡ് ഗ്രേവിയർ എന്ന് പറഞ്ഞ പാത്രകഷ്ണങ്ങൾ ഹസ്തിനാപുരത്ത് കിട്ടിയതുപോലെ ഇവിടെയും കിട്ടി, മഥുരയിൽ കിട്ടിയതുപോലെ ഇവിടെയും കിട്ടി. നെക്സ്റ്റ് പ്ലീസ്. അവിടെ എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. 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 ഇനി പലപ്പോഴും നമ്മുടെ പുരാണങ്ങളിൽ രഥത്തെക്കുറിച്ചുള്ള ധാരാളം റെഫറൻസുകളുണ്ട്. ദശരഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 10 രഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇതേവരെ നമുക്ക് നമ്മുടെ വർണ്ണനകൾ ഉണ്ടെങ്കിലും റെഫറൻസുകൾ ഉണ്ടെങ്കിലും ലിറ്ററേച്ചർ റെഫറൻസുകൾ ഉണ്ടെങ്കിലും അതിന് ആർക്കിയോളജിക്കൽ പ്രൂഫ് കിട്ടിയിരുന്നില്ല. പക്ഷേ 2018 പ്രൊഫസർ മഞ്ജുൽ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രഥങ്ങൾ കിട്ടുകയുണ്ടായി. ആ രഥങ്ങൾ തന്നെ മരങ്ങൾ കൊണ്ടുള്ള ചക്രങ്ങളായിരുന്നു. പക്ഷേ അത് മുഴുവൻ ദ്രവിച്ചു പോയിരുന്നു. പക്ഷെ അതിൻ്റെ കേസിങ് മുഴുവനും ബ്രോൺസ് കൊണ്ടായിരുന്നു. അതുകൊണ്ട് അത് മാത്രം കിട്ടി. അപ്പോൾ ആ ബ്രോൺസും എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇതായിരുന്നു ആ കാലത്ത് ഉപയോഗിക്കുന്ന ആർക്കിയോളജിക്കൽ കണ്ടെക്സ്റ്റിൽ കിട്ടിയ ആയുധങ്ങൾ. ഈ രൂപത്തിലുള്ള ആയുധങ്ങളാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇവിടെ നോക്കിയാൽ രഥത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ പിറകിലുള്ള ചേസ് ഭാഗങ്ങളാണ്. ഇത് ഒരാളെ സംസ്കരിച്ചതാണ്. ആ സംസ്കാരത്തിൻ്റെ ഉടനെ അദ്ദേഹം ഉപയോഗിച്ചൊരു സാധനങ്ങളും കൂടി അതിൽ അടക്കം ചെയ്യും. നെക്സ്റ്റ് പ്ലീസ്. ഇവിടെ നോക്കിയാൽ ആ രഥത്തിൻ്റെ ചക്രങ്ങൾ കാണാൻ കഴിയും. മരം ദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലുള്ള കേസിങ് അത് ബ്രോൺസ് കേസിങ് ആയിരുന്നു. അതാണ് ഇവിടെ എക്സ്കവേഷനിൽ കിട്ടിയത്. അതിൻ്റെ തണ്ട് പോൾസ്, ആ പോൾസ് ആണ് അവിടെ കിടക്കുന്നത്, മുകളിൽ കിടക്കുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇതേ രൂപത്തിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇത് ചക്രമാണ്, അതിൻ്റെ ചേസ് ബോഡി പോർഷൻ. ഇതാണ് അതിൻ്റെ തണ്ട്. ഇവിടെയായിരുന്നു കുതിരകളെ കെട്ടിയിരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. നെക്സ്റ്റ്. ഇവിടെ ഒരിക്കൽ കൂടി അതിൻ്റെ തണ്ട് അവിടെ കാണാൻ കഴിയും. ഇതാണ് ചക്രം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് അക്ബറിൻ്റെ കാലത്ത് അക്ബർ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരേ ചരടിൽ കോർത്തിണക്കാൻ വേണ്ടി രാമായണവും മഹാഭാരതവും എല്ലാം തന്നെ പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിൽ പെയിൻറ്റിങ്ങുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിലുള്ള ഒരു ചിത്രമാണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് ചൂതുകളിയെക്കുറിച്ചും, ചൂതുകളിയിലെല്ലാം നഷ്ടപ്പെട്ടു. ആ ചൂതുകളിയുടെ ഇതാണ് ചൂതുകളി. ഇവിടെയാണ് നടക്കുന്നത്. അതിനുള്ള ഗെയിംസ്മാൻ അത് ഇവിടെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ തരത്തിലുള്ള ഗെയിംസ്മാൻ ആർക്കിയോളജിക്കൽ കണ്ടെക്സ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. പ്രൊഫസർ BB ലാലിന് കിട്ടുകയുണ്ടായി.
നെക്സ്റ്റ് പ്ലീസ്. ഇത് അതിന് ചൂത് കളിക്ക് ഉപയോഗിച്ചിരുന്ന, പകട കളിക്ക് ഉപയോഗിച്ചിരുന്ന ടെറക്കോട്ട ഗെയിംസ്മാൻ ആണ്. നെക്സ്റ്റ് പ്ലീസ്. ഇത് പ്രൊഫസർ SR റാവു. അദ്ദേഹം ദ്വാരക കണ്ടുപിടിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് കരയിൽ കിട്ടിയിരുന്നില്ല. പിന്നീട് അദ്ദേഹം സമുദ്രത്തിൽ മെറൈൻ ആർക്കിയോളജി എക്സ്കവേഷൻസ് നടത്തി ഏതാണ്ട് ലൊക്കേഷൻ നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇതൊരു എക്സ്കവേഷൻ ടീമാണ്, ഞാൻ ഇടത്ത് ഭാഗത്തുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഡൈവേഴ്സാണ് പോയി ഈ സ്ഥലങ്ങൾ മുഴുവനും ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏതാണ്ട് 4 കിലോമീറ്റർ വലുപ്പമുണ്ടായിരുന്നു ദ്വാരകയ്ക്ക് എന്നാണ് നമ്മുടെ അനുമാനം. നെക്സ്റ്റ് പ്ലീസ്. അതോടൊപ്പം തന്നെ ചില സീൽ, അതായത് ഈ സീൽ എന്ന് പറഞ്ഞാൽ ഈ സീലുകൾ പണ്ട് മെസപ്പൊട്ടോമിയയിൽ ഉപയോഗിച്ച സീലുകളാണ്. അപ്പോൾ മെസപ്പൊട്ടോമിയയിലെ സീൽ ഇവിടെ നിന്ന് കിട്ടിയാൽ നമുക്ക് അവരുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു. ഏതാണ്ട് 1500 BC ആണ് ഇതിൻ്റെ ഡേറ്റിംഗ്. അതായത് ഇന്ന് മുതൽ 3500 കൊല്ലം മുമ്പ്. നെക്സ്റ്റ് പ്ലീസ്. ഇതിൻ്റെ ബാസ്റ്റ്യൻ, കോട്ട കൊത്തളങ്ങണമെങ്കിൽ അതിൻ്റെ ബാസ്റ്റ്യൻസ് ഉണ്ടാവണം. ആ ബാസ്റ്റ്യൻസിൻ്റെ ഭാഗം മുങ്ങലുകാർ അത് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് രാമ സ്റ്റോറിയാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സമയം ധാരാളം എടുക്കും. നെക്സ്റ്റ് പ്ലീസ്. ഇത് രാവണൻ സീതയെ കൊണ്ടുപോകുന്നതാണ്, തട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഇതാണ് ഏതാണ്ട് 2nd സെഞ്ച്വറി BC ഒരു ടെറക്കോട്ട എന്ന് പറയും, അതാണിത്. നെക്സ്റ്റ്. നെക്സ്റ്റ്. എക്സ്കവേഷൻ പോകുന്നത് പ്രൊഫസർ B. ബിലാലിൻ്റെ കീഴിൽ തന്നെ. നെക്സ്റ്റ്. ഇത് അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തത് അയോധ്യ, അതായത് ഇന്നത്തെ ജന്മസ്ഥാനം എന്ന് പറയുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യ പരാക്രമ. ആ ഒന്ന് അയോധ്യയിലായിരുന്നു എക്സ്കവേഷൻ ചെയ്തത്. 2 നന്ദി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത്, 3 ശൃംഗവേർപൂർ. ഇതൊക്കെ ശ്രീരാമൻ്റെ യാത്രയിലെ ഭാഗങ്ങളാണ്. ആ സ്ഥലങ്ങളിലായിട്ടാണ് എക്സ്കവേഷൻ നടത്തിയത്. നെക്സ്റ്റ്. ഞാൻ ഈ എക്സ്കവേഷൻ ടീമിൽ ദിസ് ഈസ് പ്രൊഫസർ B. ബിലാൽ, ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഞാൻ താഴെ ഇരിക്കുന്ന ഇവിടെയാണ്. ഇത് ജയറാം രമേഷിൻ്റെ വൈഫ്, അതായത് കോൺഗ്രസ് സ്പോക്സ് പേഴ്സണാണ് ജയറാം രമേഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതിൽ. ഈ എക്സ്കവേഷൻ ടീമായിരുന്നു എക്സ്കവേഷൻ നടത്തിയിരുന്നത്. നെക്സ്റ്റ്. ഇത് ഹോളി ആഘോഷിക്കുകയാണ് അയോധ്യയിൽ. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ്. ഈ പ്രശ്നം വന്നപ്പോൾ ധാരാളം കേസുകൾ നടന്നു, പല കോർട്ടുകളിൽ പോയി. അവസാനം സുപ്രീം കോർട്ട് ഈ കേസുകൾ കേട്ടുകൊണ്ടിരുന്ന ഇതിനൊരു പ്രശ്നപരിഹാരം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോർട്ട് തീരുമാനിച്ചു. അപ്പോൾ ഡേ ടു ഡേ കേസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആ അവസരത്തിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയന്മാരെ വളരെ നന്നായി അറിയാം. കാരണം ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അവരുമായിട്ട് പ്രത്യേകിച്ച് പ്രൊഫസർ ഇർഫാനും ഹബീബുമായിട്ട് ഒരു വലിയ യുദ്ധം നടത്തിയ ആളാണ്. അന്ന് RSSും BJPയും അദ്ദേഹത്തിൻ്റെ കൂടിയായിരുന്നു. ഇത് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇവരുടെ മൂവ്മെൻറ്റ്സ് മുഴുവനും എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കേസ് ഇനി തീരുമാനിക്കാൻ ഏതാണ്ട് 15 അതല്ലെങ്കിൽ 30 ദിവസം വരും. അപ്പം ആളുകൾ മുഴുവനും ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടാവുക, ആ സംശയങ്ങളെക്കുറിച്ച് അന്ന് എല്ലാവരും വായിക്കുന്ന ഒരു പത്രം ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു അഭിമുഖം കൊടുത്തു. ഒരു 6 കോളത്തിലായിട്ട് വലിയതായിട്ട് അത് പ്രസിദ്ധീകരിച്ചു. അത് ഇവർ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മുഴുവനും ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല എന്ന്. പക്ഷെ ഞങ്ങൾക്കറിയാവുന്ന ചില ഇൻസൈഡ് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു, അല്ല, പ്രൊഫസർ മണി, ഡോക്ടർ BR മണി എന്ന് പറയുന്ന ആളാണ് ഇത് ലീഡ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ടീമിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ 4 മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരുടെ പേര് ഒന്ന് അത്തിഖുർ റഹ്മാൻ സിദ്ദീഖി എന്നായിരുന്നു, മറ്റൊന്ന് ഫസലെ അലി എന്നായിരുന്നു, വേറൊന്ന് ഖ്വാജ എന്ന ആളായിരുന്നു. ഇങ്ങനെ 4 പേരുടെ പേര് കൊടുത്തു.
ഇവർ മുഴുവൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ ലെവലിലും സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റുള്ള ലെവലിലുമുള്ള ആളുകളാണ്. ഇവർ കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതാണ് സുപ്രീം കോർട്ടിന് സബ്മിറ്റ് ചെയ്ത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണറബിൾ സുപ്രീം കോർട്ട് ഈ നല്ല ഡിസിഷനിൽ എത്തിയെന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കി എഴുതി. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ആ എക്സ്കവേഷനിൽ പങ്കെടുത്ത ആളാണ്. ഈ എക്സ്കവേഷനിൽ പള്ളിയുടെ കീഴ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകൾ തന്നെ എല്ലാം തന്നെ നിരത്തി. ഇത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് ഏറ്റവും വലിയ അടിയായിരുന്നു. കാരണം അവർക്ക് ധാരാളം പ്രസ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ പ്രസ് കണക്ഷൻ ഉപയോഗിച്ച് അവർ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പ്രസ്സിലൂടെ ഇവർക്ക് ഇതേ രൂപത്തിലുള്ളൊരു മറുപടി ആദ്യമായിട്ട് ഒരാൾ കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവർ എനിക്ക് റിബട്ടൽ തരും എന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അവർ റിബട്ടൽ തന്നു. നെക്സ്റ്റ് പ്ലീസ്. അവരെന്ന് KK മുഹമ്മദ് വാസ് നെവർ പാർട്ട് ഓഫ് BB ലാൽസ് അയോധ്യ എക്സ്കവേഷൻ. ഞാൻ ഒരിക്കലും തന്നെ ആ BB ലാലിൻ്റെ അയോധ്യ എക്സ്കവേഷൻ്റെ പാർട്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഇവർ കളവ് പറയും എന്ന് എനിക്കറിയാമായിരുന്നു. ഞാനും അവർ പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും മിണ്ടാതിരുന്നു. അങ്ങനെ ഇവർ പറഞ്ഞു KK മുഹമ്മദ് വാസ് നെവർ പാർട്ട് ഓഫ് എൻ എക്സ്കവേഷൻ. ഇത് പറഞ്ഞത് അലിഗൽ ഇർഫാൻ ഹബീബും അതേപോലെ JNUലെ ഹിസ്റ്റോറിയൻസും ആയിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പ്രൊഫസർ BB ലാലിനെ കോൺടാക്ട് ചെയ്തു. ഹി വാസ് ഇൻ അമേരിക്ക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫോട്ടോയോടുകൂടി തന്നെ കാര്യങ്ങൾ പത്രത്തിന് അയച്ചു കൊടുത്തു. അതിനുശേഷം BB ലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി വന്നു. നെക്സ്റ്റ് പ്ലീസ്. KK മുഹമ്മദ് വാസ് വിത്ത് മീ ഡ്യൂറിങ് ദ എക്സ്കവേഷൻസ് അറ്റ് അയോധ്യ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ BB ലാൽ രണ്ടാമതൊരു റിബട്ടൽ കൊടുത്തപ്പോൾ പിന്നീടുള്ള രണ്ടാമത്തെ അടിയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക്. കാരണം കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെ അതുവരെ എതിർക്കാൻ ആരും തയ്യാറാകുമായിരുന്നില്ല. കാരണം അവർക്ക് അതിന് മാത്രം പവർ ഉണ്ടായിരുന്നു. പലയിടത്തും മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരാളായി കൂട്ടമായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. നിങ്ങൾക്കറിയാം കോൺട്രവേഴ്സ്യൽ മോസ്ക്. നെക്സ്റ്റ്. ഞാൻ ആദ്യം പോയപ്പോൾ കണ്ട പില്ലർ ഈ രൂപത്തിലായിരുന്നു. അതിൽ പൂർണ്ണ കലശമുണ്ടായിരുന്നു. ദേവന്മാരുടെ ഇതേ തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എറേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ കലശ, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാർത്ഥ പൂർണ്ണമുദച്ഛത്. നെക്സ്റ്റ് പ്ലീസ്. ഇത് ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഒന്നുകിൽ കുത്തബ് മിനാറിൻ്റെ അടുത്ത് പോകുക, ഡൽഹിയിൽ. അതിനടുത്ത് കുവത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോയാൽ 27 അമ്പലങ്ങൾ പൊളിച്ചാണ് ആ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ പോയാൽ ഇപ്പോഴും ധാരാളം ഇതേ തരത്തിലുള്ള പൂർണ്ണ കലശങ്ങളും ദേവന്മാരെയും നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് പ്ലീസ്. ഇത് ശിവന്റെ കീർത്തിമുഖ എന്ന് പറയും. കീർത്തിമുഖ. നെക്സ്റ്റ് പ്ലീസ്. ഇതേ തരത്തിലുള്ള ഈ പില്ലേഴ്സ് മുഴുവനും അതേ തരത്തിലുള്ള ദേവന്മാരുടെ പ്രതിമകളുള്ള പില്ലേഴ്സാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇത് ക്ഷേത്രത്തിൻ്റെ മണികളാണ്. ബെൽ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹക എന്ന് പറയുന്ന പ്രതിമകൾ. ഇതിൻ്റെ മുഖം തകർത്തിരിക്കുന്നു. ഇവിടെയും ഇവിടെയും കാണാം. ഇതേപോലെ 5 or 10 അല്ല ഉള്ളത്, 40ഓളം ബിംബങ്ങൾ ഇതേപോലെ മുഖം തകർത്ത രൂപത്തിൽ ഇപ്പോഴും കുവത്തുൽ ഇസ്ലാം മസ്ജിദിൽ കാണാൻ കഴിയും. നെക്സ്റ്റ് പ്ലീസ്. ഇത് മുഴുവനും ഇതേപോലെ ദേവന്മാരാണ് മുകളിലുള്ള ഭാഗങ്ങൾ. നെക്സ്റ്റ്. ഇതേ തരത്തിലുള്ള ജൈന പ്രതിമകളും ഇപ്പോഴും അവിടെയുണ്ട്. ഇതൊക്കെ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ആണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. നെക്സ്റ്റ്. ഇതേ തരത്തിലുള്ള പ്രതിമകൾ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. 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 ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്. ഇത് നമുക്കൊക്കെ അറിയാം, ഗണേശിയാണ്. ഏകദന്തം ചതുർബാഹു ഗജവക്ത്രം മഹോദരം സിദ്ധിബുദ്ധി സമായുക്തം മുഷികാരൂഢമേവച്ച. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. 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 പലപ്പോഴും ഞാൻ ഡൽഹിയിൽ
ഈ കുത്തബ് മിനാറിൻ്റെയും ബാക്കിയുള്ളതിൻ്റെ എല്ലാ മോണ്യുമെൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻചാർജ് ആയിരുന്ന അവസരത്തിൽ പലപ്പോഴും ചിലപ്പോൾ ഹിന്ദുക്കളോട് മൽപ്പിടുത്തം നടത്തേണ്ടി വരും. ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും. കാരണം ഹിന്ദുക്കൾ പൂജിക്കാൻ ശ്രമിക്കും, മുസ്ലിങ്ങൾ അതേപോലെ തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കും. ഇതൊരു മുസ്ലിം ഗ്രൂപ്പുമായിട്ടുള്ള തർക്കമാണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. അവസാനം റീസണിങ് നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവസാനം പോലീസിനെ വെക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. അന്ന് കോൺഗ്രസ് പീരീഡ് ആയിരുന്നു. അന്ന് ചിദംബരമായിരുന്നു ഹോം മിനിസ്റ്റർ. അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്തതിനാൽ 4 പള്ളികൾ പിടിച്ചെടുക്കാനുള്ള മുസ്ലിം ഗ്രൂപ്പിൻ്റെ ശ്രമങ്ങൾ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇത് രണ്ടാമത്തെ എക്സ്കവേഷൻ എന്നത് ഡോക്ടർ BR മണിയുടെ കീഴിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് 12 തൂണുകളായിരുന്നു. അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്തപ്പോൾ 90-ലധികം സ്ഥലങ്ങൾ എക്സ്കവേറ്റ് ചെയ്യുകയുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. അതിൻ്റെ ഒക്കെ തന്നെ ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടിയുള്ള ഇഷ്ടിക ഭിത്തികൾ പലയിടത്തിൽ നിന്ന് കിട്ടുകയും ഇവിടെ അതിനുവേണ്ടി സ്ഥലം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഇഷ്ടിക ഭിത്തികളാണ്. നെക്സ്റ്റ്. ഇതിൻ്റെ ഡയഗ്രമാണ്. ഏതൊക്കെ ട്രെഞ്ചിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയത് എന്നുള്ളതാണ്. നെക്സ്റ്റ്. ഇത് ഒരു സർക്കുലർ ടെമ്പിൾ. ഈ സർക്കുലർ ക്ഷേത്രം, ഇതേ തരത്തിലുള്ള ക്ഷേത്രം കിട്ടി. നെക്സ്റ്റ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് ധാരാളം സ്ത്രീകളുടെ ടെറക്കോട്ട ഇവിടെ സ്ഥലമുള്ളതാണ്. ഇതൊക്കെ ഒരു പള്ളിയാണെങ്കിൽ ഒരിക്കലും തന്നെ ഇവിടെ നിന്ന് കിട്ടുകയില്ല. ക്ഷേത്രമായാൽ മാത്രമേ ഈ തരത്തിലുള്ള സ്ത്രീകളുടെ പ്രതിമകൾ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ്. മറ്റൊരു സ്ത്രീ. നെക്സ്റ്റ്. മനുഷ്യക്കോലം, മനുഷ്യരൂപം തന്നെ ഒരു പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ല. പ്രതിമകൾ മാത്രമല്ല, ഈവൻ പെയിൻറ്റിങ് വരെ പാടില്ല. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഒരു ഡ്രമ്മർ, ഡ്രം ബീറ്റിംഗ്. നെക്സ്റ്റ് പ്ലീസ്. മൃഗത്തിൻ്റെത്. നെക്സ്റ്റ് പ്ലീസ്. നായ, ഒരുപക്ഷെ ഒരിക്കലും തന്നെ ഒരു പള്ളിയിൽ നിന്ന് നായയുടെ രൂപം കിട്ടുകയില്ല. നെക്സ്റ്റ്. സർപ്പം, ഇതേപോലെ തന്നെ ഒരിക്കലും ഒരു പള്ളിയിൽ നിന്ന് സർപ്പത്തിൻ്റെ രൂപം കിട്ടാൻ പാടില്ല. നെക്സ്റ്റ് പ്ലീസ്. ഇത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള അമൽക്ക എന്ന് പറയുന്ന ഭാഗമാണ്. നെക്സ്റ്റ് പ്ലീസ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് അമൽക്ക. അത് ഇവിടെ നിന്ന് കിട്ടുകയുണ്ടായി. ശിഖര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ധാരാളം ഭാഗങ്ങൾ ഞങ്ങൾക്ക് എക്സ്കവേഷനിൽ നിന്ന് കിട്ടി. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. പിന്നീട് ഇത് അക്വയർ ചെയ്യുന്ന ഇടിച്ച് നിർത്തിയപ്പോൾ കൂടുതൽ ഇതേപോലുള്ള പില്ലേഴ്സ് കിട്ടുകയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ പില്ലേഴ്സ് കിട്ടി. നെക്സ്റ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതായത് എല്ലാ ക്ഷേത്രത്തിലും നമുക്ക് ദിവസവും കുളിപ്പിക്കണം. അതിനുശേഷം അതിൻ്റെ അഭിഷേക ജലം ഒഴുകുന്ന ഗാർഗോയിൽ ഉണ്ടായിരിക്കും. പ്രണാള എന്ന് പറയുന്ന അത് മകരപ്രണാളായിരിക്കും. മകരം എന്ന് പറഞ്ഞാൽ മുതലയുടെ മുഖമുള്ളതായിരിക്കും. ഇത് ക്ഷേത്രത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ആ മകരപ്രണാള ഇവിടെ നിന്ന് കിട്ടുകയുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് ഈ മകരപ്രണാള. അഭിഷേക ജലം ഒഴുകാനുള്ള പ്രണാളകളാണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. പിന്നീട് ഏറ്റവും വലിയ തെളിവ് കിട്ടിയിട്ടുള്ളത് ഇത് വിഷ്ണു ഹരി ശിലാഫലകം. ഇത് പള്ളി പൊളിച്ചപ്പോൾ, ഇത് എക്സ്കവേഷനിൽ കിട്ടിയല്ല, പള്ളി പൊളിച്ചപ്പോൾ അവിടെ നിന്ന് പല സാധനങ്ങൾ കിട്ടിയതിൽ ഒരു പ്രധാനപ്പെട്ട വിഷ്ണു ഹരി ശിലാഫലകമായിരുന്നു. ഇത് 20 വേഴ്സുകളുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഈ ക്ഷേത്രം, ദിസ് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് മഹാവിഷ്ണു ഹു ഹാസ് കിൽഡ് ബാലി. ബാലിയെ കൊന്ന ആ മഹാവിഷ്ണുവിനാണ് ഞാൻ ഈ ക്ഷേത്രം സമർപ്പിക്കുന്നത് എന്ന്. ബാലിയെ കൊന്നത് ആരാണ്? രാമൻ. അതേപോലെ പിന്നെ പറയുന്നുണ്ട് 10-headed, it is dedicated to that person who has killed 10-headed person. 10-headed person ആരാണ്? രാവണനാണ്. ഇതാണ് വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആയി കിട്ടിയത്. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് ആ തെളിവ്. നെക്സ്റ്റ് പ്ലീസ്. പിന്നീട് ധാരാളം ഇതേപോലുള്ള ഇൻസ്ക്രിപ്ഷൻസ് അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. നെക്സ്റ്റ്. ഇതിന് പുറമെ അവർ പറഞ്ഞിരുന്ന, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് 18th century മുമ്പ്
ഈ സ്ഥലം രാമസ്ഥലമായിരുന്നു എന്നുള്ള നമുക്ക് തെളിവുകളില്ല എന്ന് പറഞ്ഞു. പക്ഷേ 11ാം സെഞ്ചുറിയിലുള്ള തെളിവായിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ സത്യോപാഖ്യാനം എന്ന് പറയുന്ന തെളിവ്. ഇത് ഇന്ന് ഇന്ത്യയിലില്ല, പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. ആ തെളിവുകൾ കൊണ്ടുവരേണ്ടി വന്നു. നെക്സ്റ്റ് പ്ലീസ്. ഇത് നമ്മുടെ ഷാജഹാൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന ഒരു പ്രധാനമായ ഡീലിറ്റ് എന്ന് പറയുന്ന ഒരു ഡച്ച് ജിയോഗ്രഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം അയോധ്യയിൽ പോയതും അവിടെ രാമജന്മഭൂമിയിൽ ജനങ്ങൾ വർഷിപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണമാണ്. ഇതിൽ പള്ളിയെക്കുറിച്ചുള്ള ഒരു വിവരണവുമില്ല. നെക്സ്റ്റ് പ്ലീസ്. ഇത് അദ്ദേഹത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം മറ്റൊരു ഹെർബർട്ട് എന്ന് പറയുന്ന ഒരാൾ അവിടെ സന്ദർശിച്ചതും ഈ അമ്പലത്തെക്കുറിച്ച് മാത്രമുള്ള വിവരണം അദ്ദേഹം നൽകുന്നു. ഇതും തെളിവായി കൊടുത്തു. നെക്സ്റ്റ് പ്ലീസ്. ഇത് ജോസഫ് സ്റ്റീഫൻ ടൈലർ എന്ന് പറയുന്ന 1766 വന്ന മറ്റൊരു ഇതേപോലുള്ള ഇതിലുണ്ടായിരുന്നു. അവർ തന്ന തെളിവുകളാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇങ്ങനെ ധാരാളം തെളിവുകൾ, ഞാനിതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ധാരാളം തെളിവുകൾ സുപ്രീം കോർട്ടിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് 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 ഇതിന് കൂടാതെ പെർഷ്യൻ സോഴ്സുകളിൽ നിന്ന്, അതായത് പെർഷ്യൻ സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ എല്ലാ തെളിവുകൾ ഓരോന്നോരോന്നായി ഇത് സുപ്രീം കോർട്ടിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ ഇത് പണ്ട് അവിടെ അമ്പലമുണ്ടായിരുന്നു, ഈ പള്ളിയുടെ മുമ്പിൽ അമ്പലമായിരുന്നു എന്നുള്ള കാര്യം സുപ്രീം കോർട്ടിന് ആർക്കിയോളജിക്കൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വളരെ ബാലൻസിങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു ബാലൻസിങ് ജഡ്ജ്മെൻറ്റ് ഓണറബിൾ സുപ്രീം കോർട്ട് നൽകുന്നത്. അതായത് മുസ്ലിങ്ങൾ അന്ന് വരെ 2.77 ഏക്കേഴ്സ് സ്ഥലത്തിന് വേണ്ടി മാത്രമായിരുന്നു. അതിന് പകരം മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കാൻ ഓണറബിൾ സുപ്രീം കോർട്ട് പറഞ്ഞു. പക്ഷേ ഈ സ്ഥലം മുഴുവൻ ഹിന്ദു സമുദായത്തിന് വേണ്ടി ഒരു ഭവ്യ മന്ദിരം ഉണ്ടാക്കാൻ വേണ്ടി ഓണറബിൾ സുപ്രീം കോർട്ട് കൊടുത്തു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അയോധ്യയിലെ ഏറ്റവും വലിയ രാമക്ഷേത്രം. ഇങ്ങനെ ഏതാണ്ട് 500 വർഷം മുമ്പ് തുടങ്ങിയ ഒരു വലിയ യുദ്ധമാണ് വളരെ മനോഹരമായിട്ട് ഓണറബിൾ സുപ്രീം കോർട്ടിന് ആർക്കിയോളജിക്കൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞത്. നെക്സ്റ്റ് പ്ലീസ്. ഇതൊക്കെ പേർഷ്യൻ തെളിവുകളാണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് നെക്സ്റ്റ് കാരണം ഇതൊക്കെ ഒരു പടി സമയമെടുക്കും. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. അല്ല മറ്റേതില്ലേ? 15 മിനിറ്റ്സ്. അച്ഛാ ഉണ്ടല്ലോ, ശരി. അതെ, ഇത് നമ്മൾ കേട്ടത് അയോധ്യയെക്കുറിച്ചും അയോധ്യയിൽ നടന്ന എക്സ്കവേഷൻസിനെ കുറിച്ചുമാണ്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇത് ചമ്പൽ എന്ന് പറയും. ഈ ചമ്പൽ കാടുകൾ എന്ന് പറഞ്ഞാൽ ഉഗ്രപ്രതാപികളായ കൊള്ളക്കാർ വാഴുന്ന സ്ഥലമായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് 200-ൽ പരം ക്ഷേത്രങ്ങൾ തകർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ആളുകൾക്ക് പോകാൻ പേടിയായിരുന്നു. കാരണം ഈ കൊള്ളക്കാരോട് ആര് സംസാരിക്കുമെന്നുള്ളായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഒരു തൃശ്ശൂർക്കാരനായിട്ടുള്ള ഒരു വലിയ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും വലിയ കൊള്ളക്കാരനെ വെടിവെച്ച് കൊന്നത്. അതേപോലെ തന്നെ പിന്നെ മറ്റു പല ആളുകളെയും കൊന്നത് അദ്ദേഹമാണ്. അദ്ദേഹവുമായുള്ള ബന്ധം കൊണ്ട് ഈ കൊള്ളക്കാരുടെ നെറ്റ്വർക്കിലേക്ക് കടക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ക്ഷേത്രം പുനരുദ്ധരിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് നെക്സ്റ്റ്. ഇതാണ് ചമ്പൽ എന്ന് പറഞ്ഞാൽ ചമ്പൽ കാടുകളല്ല, ഉയർന്ന കുന്നുകളാണ്. ഇതിന് മുഴുവനും അടിപ്പാതകളുണ്ട്. ഈ അടിപ്പാതകൾ ഇവർക്ക് മാത്രം അറിയാവുന്നതാണ്. പോലീസിനെ അയച്ചാലും പോലീസിനെ ഇവർ കൊല്ലും. നെക്സ്റ്റ് പ്ലീസ്. ഇത് മാൻസിംഗ് എന്ന് പറയുന്ന കൊള്ളക്കാരൻ. അദ്ദേഹം 1112 കൊള്ളകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 185 ആളുകളെ കൊന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൊള്ളക്കാരാണ്. നെക്സ്റ്റ്. ഇദ്ദേഹമാണ് തൃശ്ശൂർക്കാരനായിരുന്നു, വാര്യറായിരുന്നു. പക്ഷെ ഒരിക്കലും വാര്യർ എന്ന് എഴുതാത്ത വിജയരാമൻ എന്ന പേര്. നെക്സ്റ്റ്. എന്നെ സഹായിച്ച മറ്റൊരു കൊള്ളക്കാരൻ മോഹർ സിംഗ്. ഇദ്ദേഹം 85 കൊല മാത്രമേ നടത്തിയിട്ടുള്ളൂ. മറ്റേത് 1135 കൊല, 185 കൊലകളായിരുന്നു. ഇദ്ദേഹം 85 കൊലകളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഹീ സറണ്ടേഡ് ഇൻ 2072. നെക്സ്റ്റ് പ്ലീസ്. 1972. ഇടയ്ക്ക് ഞാൻ തുടങ്ങിയ ആ വർക്ക് ക്ഷേത്ര നിർമ്മാണം നിന്നുപോയി. അദ്ദേഹം
പ്രൈം മിനിസ്റ്റർക്ക് ഒരു കത്ത് എഴുതി, അത് മോദിജിക്ക് കത്ത് എഴുതി, പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനമൊന്നും ഉണ്ടായില്ല. നെക്സ്റ്റ് പ്ലീസ്. ഇത് എന്നെ സഹായിച്ച മറ്റൊരു കൊള്ളക്കാരൻ മൽഖാൻ സിംഗ് എന്നാണ് പേര്. ഒരു 2 മാസം മുമ്പ് എൻ്റെ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ കോഴിക്കോട്ടും കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ തിരുവനന്തപുരം കാ ഫെസ്റ്റിവൽ, മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിലായിരുന്നു അദ്ദേഹം വന്നത്. നെക്സ്റ്റ് 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 ഇദ്ദേഹം ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ലെറ്റർ പാഡിൽ ഒരു കത്താക്കും, ദാറ്റ് യു വുഡ് ബി കിഡ്നാപ്ഡ് ഓൺ സച്ച് ആൻഡ് സച്ച് ഡേ അൺലെസ് ആൻഡ് അണ്ടിൽ യു മേക്ക് ദിസ് കൈൻഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആളായിരുന്നു. ഇത്ര രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം കിഡ്നാപ്പ് ചെയ്യുന്ന പറയുന്ന ആളായിരുന്നു. നെക്സ്റ്റ് വിജയരാമനാണ് ഒരു ഭാഗത്തുള്ളത്, മൽഖാൻ സിംഗ് മറ്റൊരു ഭാഗത്ത്. നെക്സ്റ്റ് ഇത് 2 മാസം മുമ്പ് പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ഫോട്ടോ ആണ്. അദ്ദേഹം വന്നിരുന്നു എൻ്റെ പുസ്തകം റിലീസ് ചെയ്യാൻ. നെക്സ്റ്റ് ധൃതരാഷ്ട്രാലിംഗനം. നെക്സ്റ്റ് നെക്സ്റ്റ് ഇത് മാതൃഭൂമിയുടെ ടീമും എൻ്റെ ഒപ്പം വന്നിരുന്നു. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശ്രീകാന്താണ് മാതൃഭൂമിയുടെ ഇതിൻ്റെ പിന്നെ വരാന്ത പതിപ്പ് നോക്കുന്നത്. നെക്സ്റ്റ് ഇത് നേരിട്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ ആദ്യം ബന്ധപ്പെടില്ല, ആദ്യം ഇടനിലക്കാരിലൂടെ മാത്രമേ ബന്ധപ്പെടൂ. ഇത് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ കാ ഫെസ്റ്റിവലിൽ മാതൃഭൂമിയുടെ. നെക്സ്റ്റ് ഇത് ഒരു വലിയ കൊള്ളക്കാരനെ, ഈ വലിയ കൊള്ളക്കാരൻ അതായത് പാൻസിംഗ് തോമർ എന്ന് പറഞ്ഞ കൊള്ളക്കാരനാണ്. ഇദ്ദേഹത്തെ കൊന്നത് നമ്മുടെ വിജയരാമനാണ്. നെക്സ്റ്റ് ഫയൽ ഫോട്ടോ. ഇത് നടക്കുന്നത് 1982-ലാണ്. നെക്സ്റ്റ് ഇത് ഞാൻ അവരുടെ ഭാര്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന, ഷി വാസ് ഇൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ടൂറിസം ആൻഡ് ആർക്കിയോളജി ദാറ്റ് ഗോസ് ടുഗദർ. നെക്സ്റ്റ് ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന പൂലൻ ദേവി എന്ന് പറയുന്ന, ഒരു ദിവസം ഇവർ കൊന്ന് 20 ആളുകളെ. നെക്സ്റ്റ് ഇത് മറ്റൊരു ഒരു വലിയ കൊള്ളക്കാരി പരിഹർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇടപെടേണ്ടി വന്ന കൊള്ളക്കാരൻ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് നിർഭയ് സിംഗ് ഗുജ്ജർ എന്നാണ്. നെക്സ്റ്റ് ഇവരുടെ എല്ലാവരുടെയും പെർമിഷൻ കിട്ടിയതിന് ശേഷം, അവരെന്നെ ഉപദ്രവിക്കില്ല, എൻ്റെ ആളുകൾ ഉപദ്രവിക്കില്ല എന്ന് പെർമിഷൻ കിട്ടിയതിന് ശേഷം ഞാൻ ആ സ്ഥലത്ത് പോയപ്പോൾ ക്ഷേത്രങ്ങൾ തകർന്നു കിടക്കുന്ന ഈ രൂപത്തിലാണ് കണ്ടത്. ശരിക്കും മൂകത നീലത്തിരശ്ശീല വീഴ്ത്തിയ ശോകാന്ത ജീവിത വേദിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നിങ്ങൾ കാണുന്ന ചെറിയ ഭാഗമാണ്. ഇത് ഒരു 25 ഏക്കറോളം സ്ഥലത്ത് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. നെക്സ്റ്റ് ജസ്റ്റ് നോക്കൂ. ഇതേപോലെ വലിയ മരങ്ങൾ, വൃക്ഷങ്ങൾ വളർന്നു കിടന്നിരിക്കുന്നു. ഇന്നവിടെ കൽപ്പടിപ്പുരയില്ല, തുളസിത്തറയില്ല, സർപ്പക്കാവിലെ എല്ലാം തകർന്നു കിടക്കുന്നു. നെക്സ്റ്റ് ഈ ക്ഷേത്രം ഏത് നിമിഷവും വീഴാൻ പോകുന്നതാണ്. നെക്സ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഉടനെ തന്നെ ഈ വൃക്ഷങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു. എല്ലാ വൃക്ഷങ്ങളെല്ലാം തന്നെ അറുത്തു മാറ്റിയതിനു ശേഷം പോയി നോക്കിയപ്പോൾ കണ്ടത് ഈ രൂപത്തിലായിരുന്നു. നെക്സ്റ്റ് ഇത് കണ്ട ഒരു ഇംഗ്ലീഷ് ട്രാവലറുണ്ട്. അദ്ദേഹം പറയുന്നത്, ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ജിഗ്സോ പസിൽ ഹി ഹാസ് എവർ സീൻ. അദ്ദേഹം കണ്ട ഏറ്റവും വലിയ ജിഗ്സോ പസിലാണിത്. നെക്സ്റ്റ് ഈ രൂപത്തിലായിരുന്നു കണ്ടത്. ഇത് ഒരു ഫോട്ടോഗ്രാഫർക്ക് നല്ല ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു എഴുത്തുകാരന് നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ എൻ്റേത് എഴുതുകയോ അതല്ലെങ്കിൽ രണ്ടാമത് ഇതേതരത്തിലുള്ള ഫോട്ടോ എടുക്കുകയോ അല്ല, മറിച്ച് ഈ ഓരോ കല്ലിലും ഓരോ നാവിറക്കണം. എന്നിട്ട് വേർ യു വെൻ ദ ടെമ്പിൾ വാസ് സ്റ്റാൻഡിങ്. പിന്നെ അതേപോലെ തന്നെ പടുത്തുയർത്തണം. നെക്സ്റ്റ് പ്ലീസ്. ഇതൊക്കെ ഏത് നിമിഷവും തകർന്നു പോകാം, ഏത് നിമിഷവും വീഴാൻ തയ്യാറായി നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും മഹത്തായ സംസ്കാരവും മഹോന്നതമായ സംസ്കാരത്തെക്കുറിച്ചും സാംസ്കാരിക പാർട്ടികളും ഇന്ന് ഭരിക്കുന്ന പാർട്ടിയും ധാരാളം പറയും. പക്ഷേ ഇവരൊന്നും തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ഞാനിത് പറയുന്നത് നമ്മുടെ വേണുകേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അദ്ദേഹം കൊണ്ടുവരില്ല എന്ന് എനിക്കറിയാം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് ഏത് നിമിഷവും ചെറിയൊരു അനക്കം മതി, ഇത് ഇന്നും ഇതേ രൂപത്തിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ നിന്നതിൻ്റെ തുടക്കം തുടങ്ങി. അതായത് ഇവിടെ എ എന്നെഴുതിയ സ്ഥലത്ത് ഒരു പില്ലർ ബേസ് ഉണ്ട്. പില്ലർ ഇവിടെ കിടക്കുന്നുണ്ട്. നോബഡി ഹാഡ് ദ കറേജ് ടു ലിഫ്റ്റ് എനിത്തിങ്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ തകർന്ന് കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്ലീസ്.
രണ്ടാമത്തതും കെട്ടി. നെക്സ്റ്റ്. ഇനി ഇതുമായി ഘടിപ്പിക്കണം, അതുമായി ഘടിപ്പിക്കണം. നെക്സ്റ്റ്. ഒന്ന് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കൊള്ളക്കാരൻ 4 മാസത്തെ ടൈമാണ് തന്നത്. ഈ 4 മാസത്തിനുള്ളിൽ ഈ ക്ഷേത്രം അവർക്ക് സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കണം. നെക്സ്റ്റ് പ്ലീസ്. രണ്ടാമതുമായി ഇനി ഈ 4 ക്ഷേത്രങ്ങൾ ഇറ്റ് ഷുഡ് ബി ഡിസ്മാൻഡിൽ and strong foundation should be given and then it should be re-erected as it was. Next please. നോക്കൂ, അതിമനോഹരമായിട്ടുള്ള 4 ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നപ്പോൾ കൊള്ളക്കാർ വന്നു, കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവർ മൂവ് ചെയ്യുന്നപ്പം അവരെ മുമ്പിൽ ഏറ്റവും ആദ്യം ഒരു പൈലറ്റ് പാർട്ടി ഉണ്ടാകും. അദ്ദേഹം വന്നു, അത്ഭുത സ്തബ്ധനായി നിന്നു, പറഞ്ഞു ഈയത്തെ ചമത്കാർക്ക കാമേ, അതായത് ഇത് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട കൊള്ളക്കാരനോട് പറഞ്ഞു, സർദാർ യഹാത്തെ ചമത്കാർക്ക കാം കിയ, ഇവിടെ അത്ഭുതങ്ങൾ വെളിയിച്ചിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട കൊള്ളക്കാരൻ വന്നു, നിർഭയ് സിംഗ് ഗുജ്ജർ എന്നാണ് അദ്ദേഹത്തിന് പേര്. അദ്ദേഹം കണ്ടു, അത്ഭുതപ്പെട്ടു, പറഞ്ഞു യത് ചമത്കാർക്ക കാമേ. അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു, ചിരിക്കാൻ കഴിഞ്ഞില്ല, കാരണം എത്രയോ ആളുകൾ കൊന്ന മനുഷ്യനാണ്. നെക്സ്റ്റ് പ്ലീസ്. നിങ്ങൾ കണ്ടത് ഈ രൂപത്തിൽ അതിങ്ങനെയാക്കി മാറ്റി. നെക്സ്റ്റ്. മറ്റൊരു ക്ഷേത്രം. അപ്പോൾ ഉള്ളിൽ പ്രതിഷ്ഠയില്ല. അപ്പം ശിവക്ഷേത്രമാണോ വിഷ്ണു ക്ഷേത്രമാണോ അറിയില്ല. പക്ഷേ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ നോക്കിയത് ഈ ഭാഗത്തേക്കാണ്. ദിസ് ഈസ് റെക്റ്റാങ്കുലർ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇത് ശിവക്ഷേത്രമാണ് എന്ന്. കാരണം അത് നന്ദി സ്ഥാനമാണ്. നന്ദിക്കാണ് ദീർഘസ്ഥാനമുണ്ട്. ഈ കട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മന്ത്രം പ്രസരിച്ച് വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാകാരായ നമോ നമ. റിസൈറ്റഡ് ദ മന്ത്ര, ടുക്ക് എ റൗണ്ട് പ്രദക്ഷിണ ഓഫ് ദ ടെമ്പിൾ. അവിടെ അടുത്തൊന്നും കണ്ടില്ല, പക്ഷേ അവിടെ ഇല്ലെങ്കിൽ എവിടെ കാണും എന്നെനിക്കാം അറിയാം. ഒരു ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ദർ വാസ് എ സ്മോൾ ബ്യൂട്ടിഫുൾ ക്യൂട്ട് നന്ദി ലുക്കിംഗ് അറ്റ് മീ ആസ് ഇഫ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ മീ ഫോർ ദ ലാസ്റ്റ് 1200 years. കഴിഞ്ഞ 1200 വർഷത്തോളം എൻ്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്ന രൂപത്തിൽ ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ നന്ദി വാസ് വെയിറ്റിംഗ് ദെയർ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ക്ഷേത്രം നന്നായി കഴിഞ്ഞു. നന്ദി എവിടെ നിങ്ങൾ ചോദിക്കും. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. സ്മോൾ ബ്യൂട്ടിഫുൾ നന്ദി. വാട്ട് ഈസ് ഹി ലുക്കിംഗ് അറ്റ്? കേൾക്കുന്നില്ലേ? നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇനി ഇതൊക്കെ ഞാൻ വിടാണ്, കാരണം സമയം വളരെ അധികം. എത്ര 10 മിനിറ്റ് ഉണ്ടോ? യെസ്, ഓക്കെ. ഇതൊക്കെ ഇനി ഈ വർക്ക് എൻ്റെ കൂടെ ചെയ്യുന്ന ആളുകൾ മുഴുവൻ കൊള്ളക്കാരാണ്. ഇവരെ മുഴുവനും നമ്മൾ മാറ്റി മറിച്ചിരിക്കുന്നു. ഇന്ന് അവരെ പെർമനൻറ്റ് ജോലിക്കാരുമാക്കി കഴിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ വിൽ ബി ഗിവിങ് യു ടെമ്പററി ജോബ് മാത്രമേ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 10 വർഷത്തിന് ശേഷം ഇവരെ മുഴുവനും പെർമനൻ്റ് ആക്കുകയും ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇതൊക്കെ ഞാൻ നെക്സ്റ്റ്. ഞാൻ ഇത് നടക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നി എൻ്റെ ഷൂസിൻ്റെ കീഴിൽ നിന്ന് 4 ക്ഷേത്രങ്ങൾ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. വെൻ ഐ എക്സ്കവേറ്റഡ് ദ പ്ലേസ്. നെക്സ്റ്റ്. 4 ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇതിൽ നിന്നാണ് ഈ 4 ക്ഷേത്രങ്ങൾ വരുന്നത്. നെക്സ്റ്റ്. ആദ്യം വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിന് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ വെള്ളം കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഐ എക്സ്പ്ലോർ ദ എൻറ്റയർ തിങ്. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ ചമ്പലിലെ വെള്ളം ആര് കുടിക്കുമോ അവർക്ക് മുഴുവനും പ്രതികാരാഗ്നി വർദ്ധിക്കും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ചമ്പലിലെ വെള്ളം കുടിക്കാൻ സമ്മതിക്കാൻ പാടില്ല. നെക്സ്റ്റ് പ്ലീസ്. ഞാൻ കുഴിച്ചപ്പോൾ നെക്സ്റ്റ് പ്ലീസ്, ഇവിടെ നിന്ന് വെള്ളം കിട്ടും എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷേ കാരണം അവരോട് വെള്ളം കുടിക്കാൻ അവരെ അനുവദിക്കരുത്. ഞാൻ ചെറിയൊരു പൂജ നടത്തി. അതായത് പൂജ എന്ന് പറഞ്ഞാൽ ഹരിദ്വാറിൽ നിന്നും അതേപോലെ തന്നെ സംഘത്തിൽ നിന്നുള്ള അവിടെ നിന്നുള്ള 3 നദികളുടെയും വെള്ളം കൊണ്ടുവന്നു. അത് ഇതുമായിട്ട് മിക്സ് ചെയ്തു. ഋഗ്വേദത്തിലെ നദീ സൂക്തം ഇമമ്മേ ഗംഗേ യമുനേ സരസ്വതി ശുതുദ്രി സോമം, അതും ഗംഗേച്ച യമുനേ കൈവ ഗോദാവരി. ചെറിയൊരു പൂജ നടത്തി അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവരെ കുടിക്കാൻ അനുവദിച്ചുള്ളൂ. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. കോപ്പിയസ് എമൗണ്ട് ഓഫ് വാട്ടർ. ഇന്ന് ആ പ്രദേശം മുഴുവനും വെള്ളം കൊണ്ട് ഇഷ്ടം പോലെ വെള്ളം കിട്ടാൻ തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്.
വള്ളിച്ചിരിയിൽ ചിരി തൂകി തുള്ളിച്ചാടും കൊച്ചരുവി ഒരു നിമിഷം നീ നിൽക്കാമോ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് നെക്സ്റ്റ്. ഇപ്പം മയിലുകളും ധാരാളം വരാൻ തുടങ്ങി. നെക്സ്റ്റ് നെക്സ്റ്റ്. ഇത് ഈ വൃക്ഷം ഇതിനെ ഈ ക്ഷേത്രത്തെ മുഴുവനും വരിഞ്ഞ് മുറുക്കിയിരുന്നു. പൊതുവെ നമുക്ക് മരത്തെ മുറിക്കാൻ പാടില്ല, പക്ഷെ ക്ഷേത്രത്തെ രക്ഷിക്കാൻ ഓഫ് കോഴ്സ് വി ക്യാൻ ഡു ദാറ്റ് വൺ. പക്ഷെ അതിനു മുമ്പ് യു ഹാവ് ടു സീക്ക് ദ പെർമിഷൻ ഓഫ് ദിസ് വൺ, ദ ട്രീ. നമസ്തേ വൃക്ഷോ, അതിനോട് നമസ്തേ ചെയ്യണം, ക്ഷമയാചിക്കണം. മാത്രം പോരാ, ഇതിൻ്റെ മുകളിലിരിക്കുന്ന കിളികളോടും പക്ഷികളോടും ക്ഷമ ചോദിക്കണം. അവരോട് പറയണം, അന്യാർത്ഥാവാസം പരികൽപ്പയന്തു, കൈൻഡ്ലി മൈഗ്രേറ്റ് ഫ്രം ദിസ് ട്രീ ടു സം അതർ ഹാബിറ്റബിൾ ട്രീ, നോട്ട് എനി ട്രീ. മറ്റൊരു മരത്തിലേക്ക് പോകണം. നെക്സ്റ്റ്. അങ്ങനെ എല്ലാ പൂജയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇതുപോലെ ധാരാളം ഉണ്ടായിരുന്നു. ദ ഹോൾ തിങ് കെയിം ഡൗൺ. പിന്നെ ഞങ്ങൾ റീകൺസ്ട്രക്ഷൻ തുടങ്ങി. നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഇത് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമായിട്ട് ഇന്ന് ഇതിനെ രക്ഷപ്പെടുത്തി. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഓൾ ദ ഫ്രാഗ്മെന്റ്സ് ആർ ദെയർ. നെക്സ്റ്റ്. തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. അതിമനോഹരം, ശ്രുതി മനോഹരം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് നെക്സ്റ്റ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു അത്ഭുതമാണ്. ക്ഷേത്രം തകർന്ന് കിടക്കുന്നുണ്ട്, ക്ഷേത്രമുണ്ട് എന്നുള്ള തെളിവ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. നെക്സ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം ട്രീ മാറ്റാൻ വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ്. ട്രീ മാറ്റിയപ്പോൾ ഈ രൂപത്തിലാണ് തകർന്ന് കിടക്കുന്നത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ബിൽഡ് 6 temples. ബി എന്ന് പറഞ്ഞിടത്ത് 8 ടെമ്പിൾ ആൻഡ് ദിസ് വൺ 6 temples. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. എൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ്. 2 ക്ഷേത്രങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. നെക്സ്റ്റ്. പക്ഷേ ഐ ഹാഡ് പ്രോമിസ്ഡ് യു 6 temples. നെക്സ്റ്റ് പ്ലീസ്. 3ാമത്തും വന്നു. 4th one പ്ലീസ്. 4ാമത്തും വന്നു. 5th one പ്ലീസ്. 5ാമത്തും വന്നു. നെക്സ്റ്റ് വൺ പ്ലീസ്. 6ാമത്തതും വന്നു. വളരെ ബ്യൂട്ടിഫുൾ. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി മന്ദസ്മിതത്തോടു കൂടി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ. ആൻഡ് ഈ സ്റ്റോൺ ദാറ്റ് ഹാസ് ഗോൺ ഇൻ ടു ദ ക്രിയേഷൻ ഓഫ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് and brought into a very brilliant culmination to make it an enchanting musical note. വളരെ മനോഹരമായിട്ടുള്ള 6 ക്ഷേത്രങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്നത്. ഇതിൻ്റെ എങ്ങനെയായിരുന്നു നിങ്ങളിത് കണ്ടിരുന്നത്? നെക്സ്റ്റ് പ്ലീസ്. യു സോ ഇറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾ ഈ രൂപത്തിലായിരുന്നു കണ്ടിരുന്നത്. ഇതിൽ നിന്നാണ് നെക്സ്റ്റ് പ്ലീസ് ഈ രൂപത്തിലായിട്ട് മാറിക്കഴിഞ്ഞത്. ഇനി 8 ക്ഷേത്രങ്ങൾ ഇതിൻ്റെ പിറകിൽ വരണം. നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഇനി ഈ ഭാഗവും നന്നാക്കണം. 8 ക്ഷേത്രങ്ങൾ ഉയർന്നു കഴിഞ്ഞു, ഈ ഭാഗം നന്നാക്കണം. നെക്സ്റ്റ്. അതുമായി കഴിഞ്ഞു. നെക്സ്റ്റ്. ഇപ്പം സാക്ഷാൽ ശിവഭഗവാനും അതേപോലെ പാർവതി ദേവിയും ഭൂമിയിലേക്ക് നടന്നു വരികയാണെങ്കിൽ അവർ പോലും കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ ആഗ്രഹിച്ചു പോകും. അത്ര മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് നെക്സ്റ്റ്. ഒരിക്കൽ ഞാൻ അവിടെ നിൽക്കുന്ന സ്ഥലത്തിൽ ബോംബെയിൽ നിന്ന് കുറേ കുട്ടികൾ അവർ പറഞ്ഞു, ഞങ്ങളൊന്ന് ഡാൻസ് ചെയ്തോട്ടെ സാർ എന്ന് പറഞ്ഞു. ഐ ഗേവ് ദം പെർമിഷൻ. നെക്സ്റ്റ് നെക്സ്റ്റ്. ഇനി എൻ്റെ മുമ്പുള്ള ഈ ഭാഗങ്ങളൊക്കെ എക്സ്കവേറ്റ് ചെയ്താൽ ധാരാളം ക്ഷേത്രങ്ങൾ കിട്ടും. നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഈ കാർമേഘ കാർക്കൂന്തലുകൾ ഉണ്ടാകുമ്പോൾ ഇത് അതിമനോഹരമായിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ മുഖസ്തോഭ ഭാവങ്ങൾ. നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഈ ഹനുമാൻജി കൊള്ളക്കാർ കൊള്ള ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ പൂജിച്ചുകൊണ്ടും ഇദ്ദേഹത്തെയും അതേപോലെ കാളിയെയും പൂജിച്ച് അവർ പോകുമായിരുന്നു. നെക്സ്റ്റ്. മഴ പെയ്യാൻ പോകുന്ന നേരത്ത് ഈ ക്ഷേത്രങ്ങൾ അതിമനോഹരമായിരിക്കും. നെക്സ്റ്റ്. അതേപോലെ ചന്ദനക്കുറി തൊട്ട നമ്മുടെ ശ്രാവണ സന്ധ്യയിൽ ഈ ക്ഷേത്രങ്ങൾക്ക് മറ്റൊരു ഭാവമായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് നെക്സ്റ്റ്. മറ്റൊരു അസ്തമിക്കാൻ പോകുന്ന നേരത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ ഭാവം. നെക്സ്റ്റ്. അതേപോലെ തന്നെ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോഴുള്ള ക്ഷേത്രം. നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഇത്
ഈ ക്ഷേത്രങ്ങൾ ഞാൻ കണ്ട് ഈ രൂപത്തിലായിരുന്നു, അത് ഇന്ന് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞു. ഇതിൻ്റെ മറ്റൊരു വശമാണ് നെക്സ്റ്റ് ഈ ക്ഷേത്രങ്ങൾ, ഈ കല്ലുകൾ ഈ രൂപത്തിൽ കണ്ടു, നെക്സ്റ്റ് അതിന്ന് ഇങ്ങനെയായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഒരു ക്ഷേത്രം മാത്രമേ നിലനിൽക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇത് ഇന്നൊരു വലിയ ക്ഷേത്രം. അപ്പോൾ ഈ കൊള്ളക്കാരന് 3 ഗവൺമെൻറ് എത്രയുണ്ട്? 5 മിനിറ്റ് ഉണ്ടോ? 3 ഈ ഗവൺമെൻറ് 3 സ്റ്റേറ്റ്, ഒന്ന് മധ്യപ്രദേശ് ഗവൺമെൻറ്, ഉത്തർപ്രദേശ് ഗവൺമെൻറ്, രാജസ്ഥാൻ ഗവൺമെൻറ്. ഈ കൊള്ളക്കാരെ എവിടെ വെച്ച് കണ്ടാലും ഫിനിഷ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കൊള്ളക്കാരൻ, ഹി വാസ് റണ്ണിങ് ഫ്രം പില്ലർ ടു പോസ്റ്റ്. അദ്ദേഹം ഹി വാണ്ടഡ് ടു മീറ്റ് മീ. അപ്പം ഞാൻ പറഞ്ഞു ശരി കാണാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു അവോയ്ഡ് ഇറ്റ്. ഒരു ദിവസം ഞാൻ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ കണ്ട് ഈ രൂപത്തിലായിരുന്നു. പിന്നെ അത് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ ഈ രൂപത്തിലായി. ഇവിടെ വെച്ച് അദ്ദേഹം ബീഡി വലിക്കുന്നുണ്ട്. അപ്പം ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇറ്റ് വാസ് ഹി. ഈ പറയുന്ന കൊള്ളക്കാരനാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ ശകാരിച്ചു, ആക്കോ ഷറം നീ ആത്തെ ആ മന്ദിർ മേ ബീഡി പീരെ, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ബീഡി വലിക്കുന്നുണ്ട്. അപ്പം ഈ സറണ്ടേഡ് ഡെക്കോയിഡ്സിനെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ വെക്കുമായിരുന്നു. അപ്പോൾ അവർ വന്ന് എൻ്റെ കൈ പിടിച്ചു, എന്നോട് പറഞ്ഞു, സർ ആപ്സെ കുച്ച് മത് കഹിയ. അതായത് അദ്ദേഹത്തോട് ബഹുമാനപരസം, അദ്ദേഹത്തോട് ഞാനൊന്നും പറയരുതെന്ന് എൻ്റെ ജോലിക്കാരൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വേഗം പിടികിട്ടി. കാരണം ഞാൻ ഹാഡ് സീൻ ഹിസ് ഇൻ്റർവ്യൂ ഓൾസോ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ ബ്രഹ്മ വിഷ്ണു മഹേഷ് ഇത് മുഴുവനും ഇവിടെ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് നിങ്ങളൊരാളുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈദർ ഇൻ അമേരിക്ക ഓർ ഇൻ പാരീസ് ഓർ ഇൻ സം അതർ പ്ലേസ്. അപ്പോൾ ദൈവങ്ങളെ രക്ഷിക്കുന്ന ഞാനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ, അദ്ദേഹമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഒരാളെ പ്രകീർത്തിക്കുന്നത്. പ്ലീസ്. പിന്നെ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, ദൈവം എന്തോ ആലോചിച്ചാണ് താങ്കളെ ഇതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചത്. സോ ഹി ബിക്കേം ക്യൂരിയസ്. അതെന്താണ് അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രങ്ങൾ മുഴുവനും ഉണ്ടാക്കിയിരുന്നത് ഗുജ്ജർ പ്രതിഹാര എന്ന് പറഞ്ഞൊരു രാജവംശമായിരുന്നു. അവർ ഇവിടെ മധ്യപ്രദേശിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. അവരായിരുന്നു ഈ ക്ഷേത്രങ്ങൾ മുഴുവനും പണിതത്. നിങ്ങളുടെ പേരാണ് അത് ഗുജ്ജർ പ്രതിഹാര. യുവർ നെയിം ഈസ് നിർഭയ് സിംഗ് ഗുജ്ജർ, നിങ്ങളുടെ പേര് നിർഭയ് സിംഗ് ഗുജ്ജർ എന്നാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതേ വംശത്തിൻ്റെ ഏറാൾപ്പാടാണ്, അതേ വംശത്തിൻ്റെ ആളാണ്. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഹി വാസ് ബ്ലോൺ ഓഫ് ഹിസ് ഫീറ്റ്. അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് തൻ്റെ അസ്തിത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. പ്ലീസ്. ഈ രൂപത്തിലായിരുന്നു ഈ ക്ഷേത്രം. ഞാൻ പിന്നെ വളരെ നന്നാക്കി. പിന്നീട് അദ്ദേഹത്തിന് സമ്മതം കിട്ടിയതിന് ശേഷം ധാരാളം വർക്കേഴ്സിനെ കൊണ്ടുവന്നു ചന്ദേരി എന്ന് പറയുന്ന സ്ഥലത്ത്. റീകൺസ്ട്രക്ഷൻ നടങ്ങി. ഇനി ഇതിൻ്റെ സീലിംഗ് കൊടുക്കണം. ഒരു വലിയ ക്ഷേത്രമായിട്ട് ഞാൻ ഇന്ന് അതിന് നിർഭയ് സിംഗ് ഗുജ്ജർ ക്ഷേത്രം എന്നാണ് പേര് കൊടുത്തത്. ഒരു വലിയ ക്ഷേത്രമായിട്ട് അത് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഏതെങ്കിലും പാകം പൊട്ടിപ്പോയാൽ വി ഡോണ്ട് ഡിസ്കാർഡ്, ഞങ്ങൾ പുറത്തേക്ക് എറിയില്ല, അത് രണ്ടാമത് കൂട്ടിക്കിടിപ്പിക്കും. Now almost all the gods and goddesses are Lord Shiva is happy with KK Muhammad. He might be angry with Muhammad Ghazni, Muhammad Ghori, Aurangzebinodum എതിരെ ഇരിക്കും. Now he is ready to marry. It is known as കല്യാണ സുന്ദരമൂർത്തി. കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവണം. ഗണേഷ് ജി ഉണ്ട്. ദിസ് ഈസ് യശോധര സിന്ധ്യ, ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു. സിന്ധ്യ കുടുംബത്തിൽ നിന്നാണ്. എന്നോട് പറഞ്ഞു, മുഹമ്മദ് ജി ആമിനെ കാഫി കാം കിയ ഹൈ അഭി തക് മുझे नहीं ले, നിങ്ങൾ ഒരുപടി വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ ഇതുവരെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഐ ടുക്ക് ഹർ ടു ദ പ്ലേസ്. ഷി വാസ് ഹൈലി ഇംപ്രസ്ഡ്. എന്നോട് ചോദിച്ചു എന്താ വേണ്ടത്? ഐ സെഡ് ദാറ്റ് ദർ ഇസ് നോ റോഡ് ടു കം ടു ദിസ് പ്ലേസ്. അവർ ഉടനെ തന്നെ അതിന് ഓർഡർ കൊടുത്തു. ജ്യോതിരാദിത്യ സിന്ധ്യ, they were on two sides of the political party, but both of them were in our party. Please. അപ്പോൾ നിങ്ങൾ കണ്ടത് ഈ രൂപത്തിലായിരുന്നു. അതിന്ന് ഇങ്ങനെയായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടവും അതിൻ്റെ ചുറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ധാരാളം ആളുകൾ, ഇന്ത്യൻസ് മാത്രമല്ല ഫോറിനേഴ്സും അത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇദ്ദേഹം കൊല്ലപ്പെടുമെന്നറിയായിരുന്നു.
കൊല്ലപ്പെട്ടതോടുകൂടി എനിക്ക് പ്രശ്നങ്ങൾ വർദ്ധിച്ചു. കാരണം ഇതുകൊണ്ട് മൈനിങ് മാഫിയ അവിടെ വന്ന് മൈനിങ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ്, ഇനി അദ്ദേഹത്തിന് ഒരു ബ്രദർ മാത്രമുള്ള ഒരു പപ്പു ഗുജർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ മൈനിങ് വന്നു, എൻ്റെ ക്ഷേത്രങ്ങൾ തകരാൻ തുടങ്ങി. ഞാൻ ഐ റോട്ട് ടു ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ അതിലൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹം RSSുമായിട്ടും ബി ജെ പിയുടെ മിനിസ്റ്ററാണ്, RSSുമായി ബന്ധപ്പെട്ടാണ്, ലക്ഷ്മികാന്ത് ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് എനിക്കറിയാം അദ്ദേഹമാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്ന്. ഞാൻ ഐ റോട്ട് എ ലെറ്റർ ടു ഹിം. ഞാൻ പോയി കണ്ടവർ എന്നോട് പറഞ്ഞു, മുഹമ്മദ് ജി ആപ്കാ വോ ലെറ്റർ മുझे नहीं मिला. ദെൻ ഐ റോട്ട് വൺ മോർ ലെറ്റർ. ഫിർ എങ്ങനെയും പറഞ്ഞു എന്നോട് കിട്ടിയില്ല. പിന്നെ ഞാനൊരു ഗവൺമെൻറ് സെർവൻറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതി ചെയ്തു. ഞാൻ അന്നത്തെ RSSൻ്റെ സെർച്ച് ആൻഡ് ചാലഞ്ച് KC സുദർശൻ ജി ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ഹി ഇമ്മീഡിയറ്റ്ലി ടുക്ക് ആക്ഷൻ. ഹി പുൾഡ് അപ്പ് ദ ചീഫ് മിനിസ്റ്റർ. പോലീസ് വാസ് റഷ് ടു ദ ഏരിയ. നെക്സ്റ്റ് ഇതായിരുന്നു ആ കത്ത്. നെക്സ്റ്റ്, അംബിക സോണി ആയിരുന്നു ഞങ്ങളുടെ മിനിസ്റ്റർ. അംബിക സോണി റോട്ട് ടു ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി. ലോ ആൻഡ് ഓർഡർ ഈസ് അണ്ടർ യു ഹാവ് ടു ഗീവ് ഓൾ ദ പ്രൊട്ടക്ഷൻ ടു ASI. നെക്സ്റ്റ്, അദ്ദേഹം മറുപടി എഴുതി, യെസ് ഏർലിയർ ഇറ്റ് വാസ് ഗോയിങ് ഓൺ, പക്ഷേ ഇപ്പം ഞങ്ങൾ അത് എല്ലാം തന്നെ തടുത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ ഭാഗം എനിക്കെതിരായിരുന്നു. ചീഫ് മിനിസ്റ്ററുടെ കത്താണ്. ചീഫ് മിനിസ്റ്റർ അവസാനത്തെ ഭാഗം, ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് ആക്ഷൻ എടുക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി, കൾച്ചറൽ മിനിസ്റ്റർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം ദാറ്റ് ഐ വുഡ് ബി സസ്പെൻഡഡ് ഇമ്മീഡിയറ്റ്ലി. അതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. അപ്പോൾ പക്ഷെ പത്രങ്ങൾ മുഴുവനും എനിക്ക് അനുകൂലം, എല്ലാ ചാനൽസും എനിക്ക് അനുകൂലമായിരുന്നു. നെക്സ്റ്റ് ഡെക്കോയിഡ് പ്രിസർവ് ടെമ്പിൾ സേഫ് CM ടെൽസ് ഓൺ. ഇനി ഇസ്കെ പഹലെ വാല മുമ്പിൽ ടെമ്പിൾ സേഫ് CM എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുഹമ്മദ് മേ ഫേസ് ഹീറ്റ്. ഇനി എനിക്കെതിരായിട്ട് ആക്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ്, പട്ടേശ്വർക്ക് മന്ത്രി. നെക്സ്റ്റ്, ഇന്നതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി കഴിഞ്ഞു. ബട്ട് ഷീ ഡിഡ് നോട്ട് ടേക്ക് എനി ആക്ഷൻ. പ്രസിഡൻ്റ് ആളുകൾ പോയിട്ട് ചോദിച്ചു, ഹി ഹാസ് ടേക്കൻ സച്ച് എ ബിഗ് ആക്ഷൻ ആൻഡ് ആർ യു ഗോയിങ് ടു സസ്പെൻഡ് ഹിം എന്ന് ചോദിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു, നോ, ഐ ഹാവ് ടു സീക്ക് ഹിസ് എക്സ്പ്ലനേഷൻ. കാരണം ഒരു മുഖ്യമന്ത്രിയാണ് ഒരാൾക്കെതിരായിട്ട് കത്ത് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഐ ഹാവ് ടു സീക്ക് ഹിസ് ദിസ് വൺ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷോ കോസ് നോട്ടീസ് തന്നു. പക്ഷേ ഷീ ഡിഡ് നോട്ട് ടേക്ക് എനി ആക്ഷൻ അഗെയിൻസ്റ്റ് മീ. നെക്സ്റ്റ് ഇതൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസാണ്. നെക്സ്റ്റ് ഈ കൊള്ളക്കാർ ബിഫോർ ദിസ് വൺ, ഇത് കൊള്ളക്കാരും അതേപോലെ തന്നെ പഴയ കൊള്ളക്കാർ. കാരണം അവർ ശ്രമം കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞ്. അവർ കാണാൻ വന്നു. നെക്സ്റ്റ്, ഇന്ന് ധാരാളം ഫോറിനേഴ്സ് ഇപ്പം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സ്ഥലത്ത് മുഴുവനും. ഇത് ഡച്ച് ഹോക്കി ടീം. നെക്സ്റ്റ് മൽബേമ ASI ടേൺസ് ടു RSS ഗെറ്റ്സ് ഹെൽപ്പ്. നെക്സ്റ്റ്, ഇവർ വളരെ ശക്തന്മാരായ ഗ്രൂപ്പാണ്. ഇവർ ഫയർഡ് കളക്ടർ ആൻഡ് SP. പിന്നെ സാധാരണ SPയും പിന്നെ കളക്ടറെയും പിന്നെ ഫയർ ചെയ്യാറില്ല. അപ്പം എന്നെ ഈസി ആയിട്ട് അവർക്ക് കൊല്ലാൻ കഴിയുമായിരുന്നു. പക്ഷേ കുറച്ച് കൊള്ളക്കാരന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ പറ്റിയ ആളുകൾ മാത്രമല്ല അവർ കൊല്ലുക, അവരുടെ കുടുംബത്തെ മുഴുവനും അവർ പിന്നെ കൊല്ലും എന്നുള്ള പേടി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എന്നെപ്പോലെ ഭാഗ്യവാന്മാരായിരുന്നില്ല ചില IPS ഓഫീസർമാർ. നെക്സ്റ്റ് मोहम्मद ने क्यों लिखा सुदर्शन को खत. CM ने उठाया ASI अधीक्षक पर सवाल. എൻ്റെ കാര്യശൈലി ചീഫ് മിനിസ്റ്റർ ക്വസ്റ്റ്യൻ ചെയ്തു. നെക്സ്റ്റ്, ഈ യങ് IPS ഓഫീസർ IPS की ഹത്യ, കാരണം എൻ്റെ മാർഗം രണ്ടാമത് തുടർന്ന് ഇദ്ദേഹമായിരുന്നു. ബേദം ബന്ദൂഖ് ബേഖൗഫ് മാഫിയ സിർഫ് ഏക് ഹി സാൽ മേ ഹോ ചുക്കാ 50 से ज़्यादा. ഒരു കൊല്ലത്തിനുള്ളിൽ 50-ൽ പരം കൊലകൾ ചെയ്ത ആളുകളാണിവർ. അപ്പോൾ അവരുമായിട്ടുള്ളതാണ് നമ്മളെ ഫൈറ്റ്. നെക്സ്റ്റ്, ഇതിന് എനിക്ക് സാർക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടുകയുണ്ടായി. നെക്സ്റ്റ് ധാരാളം അവാർഡുകൾ ഇതിന് കിട്ടി. നെക്സ്റ്റ് പിന്നെ എൻ്റെ മുമ്പുള്ളത് പിന്നീട് ചീഫ് മിനിസ്റ്റർ അല്ല ഇതിൻ്റെ മുമ്പ് ചീഫ് മിനിസ്റ്റർക്ക് മനസ്സിലായി അദ്ദേഹം ചെയ്തത് തെറ്റാണ്. പക്ഷേ അദ്ദേഹം പിന്നെ എനിക്കൊരു അവാർഡ് തന്നു. അപ്പം ബൈ ദാറ്റ് ടൈം ഐ വാസ് ഇൻ ഡൽഹി. അപ്പം ഐ ഹാഡ് ടു റിസീവ് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വൈഫ് പോയിട്ട് അവർ സ്വീകരിച്ചു. നെക്സ്റ്റ് കുറേ കാലം ഞങ്ങൾ വിചാരിച്ചു, പുതിയ ഭരണം വന്നു, പുതിയ പാർട്ടികൾ വന്നു, ഇനി രണ്ടാമതൊരു വലിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ഈ മോണ്യുമെൻറ്റ്സിന് ഒരു പുതിയ ജീവൻ കിട്ടുമെന്ന് വിചാരിച്ചു. അത് മുഴുവനും അസ്ഥാനത്തായി. BJP ഒന്നും ചെയ്തില്ല, ആ വർക്കുകളൊന്നും നടന്നില്ല. ദെൻ വൺ ഡേ ഐ ഗോട്ട് എ ഫോൺ കോൾ ഫ്രം എ വെരി ഇമ്പോർട്ടൻറ്റ് ലേഡി.
ഈ മുമ്പിലിരിക്കുന്ന ആളുകൾ നിങ്ങൾക്കറിയുമ്പോൾ ദിസ് ഇസ് സുധാ നാരായൺ മൂർത്തി ഓഫ് ഇൻഫോസിസ്. അപ്പോൾ സുധാ മൂർത്തിജി എനിക്ക് ഫോൺ ചെയ്തതിനോട് പറഞ്ഞു, മുഹമ്മദ് ഹാവ് ബിൻ റീഡിങ് എ ലോട്ട് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ ദ മോണ്യുമെൻറ്റ്സ് പറഞ്ഞ് അവർ വന്ന് അവർ 4 കോടി രൂപ ഈ ക്ഷേത്രങ്ങൾക്ക് തന്നു. നമ്മുടെ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഞാൻ ഒരാഴ്ച മുമ്പും ഇങ്ങോട്ട് വരുന്ന ഒരാഴ്ച മുമ്പ് ഇവരോട് കൂടിയായിരുന്നു ബാംഗ്ലൂരിൽ. കാരണം അവർ ദേ ഹാഡ് അറേഞ്ച്ഡ് വൺ ഓഫ് മൈ ലെക്ചേഴ്സ് ദെയർ. നെക്സ്റ്റ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് വേണ്ടിയായിരുന്നു. ദിസ് ഇസ് എ വിഷ്ണു ക്ഷേത്രം. ഓം നമോ ഭഗവതോ വാസുദേവായ നമ. ഈ ക്ഷേത്രത്തിന് വേണ്ടിയായിരുന്നു അവർ പണം തന്നിരുന്നത്. നെക്സ്റ്റ്. അത് ഈ രൂപത്തിലായിരുന്നു. നെക്സ്റ്റ്. അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ്. അവിടെ താഴെ ഭാഗം മുഴുവൻ പൂർത്തീകരിച്ചു. നെക്സ്റ്റ്. ഏതാണ്ട് മുകൾ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ്. അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ രൂപത്തിൽ നിന്നാണ് ഇതിലേക്ക് മാറ്റിയത്. നെക്സ്റ്റ്. നിങ്ങൾ ഈ രൂപത്തിൽ കണ്ട ഈ കല്ലുകൾ, ഓരോ കല്ലുകൾ പെറുക്കിയെടുത്താണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഫോട്ടോ ഒന്ന് നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. നെക്സ്റ്റ്. ഈ രൂപത്തിലാക്കി മാറ്റിയത്. നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ധാരാളം ചെയ്യാൻ കഴിയും. വെറും മഹത്തായ സംസ്കൃതി, മഹത്തായ സാമൂഹ്യം എന്നെല്ലാം പറഞ്ഞ് നടന്നതുകൊണ്ട് മാത്രമായില്ല. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപടി സമയം ഏറ്റെടുത്തു. ഇനി മുന്നോട്ട് പോകുന്നില്ല. ഒരുപടി സമയം എടുത്തു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് എ വെരി പേഷ്യന്റ് ഹിയറിംഗ്. ഭാരതത്തിലെ പുരാവസ്തു ഗവേഷകരിൽ പ്രമുഖനായ ശ്രീ മുഹമ്മദ് സർ ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ നോർത്ത് സോണിൻ്റെ റീജിയണൽ ഡയറക്ടറും കൂടിയാണ്. അയോധ്യയിലെ രാമജന്മഭൂമിയുടെ ശിലാവിശിഷ്ടങ്ങൾ കണ്ടെടുത്തതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയായ സർ മഹാഭാരത യുഗത്തിൻ്റെയും ഹസ്തിനപുരിയുടെയും സംസ്കാരം, ചരിത്രം എന്നിവ കണ്ടെടുത്തത് ലോകത്തിന് നൽകിയതിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മുഹമ്മദ് സാറിനെ രാമരാമപാഹിമാം എന്ന ഈ നാഷണൽ സെമിനാറിൽ ലഭിച്ചത് തികച്ചും സന്തോഷവും അഭിമാനവുമാണ്. ഇന്ത്യ ചരിത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവന സമ്മാനിച്ച് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച മുഹമ്മദ് സാറിന് സായി സഞ്ജീവനി ട്രസ്റ്റിൻ്റെ ആദരവ് അർപ്പിക്കുന്നു. സ്വാമി ഹരിനാരായൺജി.